അമ്മ എവിടാ സ്ഥലം? ഇടയം. ഓക്കെ. ഈ തൊഴിലുറപ്പുകാരുടെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരിക്കുന്ന ഒരു നല്ല സ്ത്രീയുടെ ഒരു ഓക്കെ. ഇതിൽ നിന്ന് കിട്ടിയ സന്ദേശം എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? സ്ത്രീ വിചാരിച്ചാൽ വിഷമങ്ങളെല്ലാം മാറ്റി സ്വയം പര്യാപ്തിയാവാൻ സാധിക്കും. ഓക്കെ. അതിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ട് മനസ്സിലായി. ഓക്കെ. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണല്ലേ? ഇപ്പോൾ കൂടെയുള്ള തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ സിനിമ കാണിക്കാൻ എത്തിയതാണ്. ഓക്കെ. ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയത്? തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ബിന്ദു എന്ന കഥാപാത്രം സ്ത്രീ സമൂഹത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്വന്തം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ അതിജീവിക്കുന്ന ഒരു കഥയാണ്. ബിന്ദുവിൽ നിന്ന് സൂഫിയിലേക്ക് വരുന്ന ഒരു കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ താഴെത്തട്ടായ തൊഴിലുറപ്പിൽ നിന്ന് വലിയ ഒരു ബിസിനസ്സുകാരിയായി മാറുകയാണ് ബിന്ദു. ആ ബിസിനസ്സിലേക്ക് എത്തുന്ന സമയം വരെ അവൾ അതിജീവിക്കുന്ന നിരവധിയായ പ്രതിസന്ധികളെയാണ് ഈ സിനിമയിലൂടെ ബിന്ദു നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് സ്ത്രീപക്ഷ സിനിമയാണ്, സ്ത്രീ ശാക്തീകരണ സിനിമയാണ്. വലിയൊരു തീമാണ് ഇത് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാവായ സോഫി ടൈറ്റസ് കൊളത്തുപുഴക്കാരിയാണ്, എൻ്റെ വാർഡുകാരിയാണ്. ഓക്കെ. ഈ ഒരു സിനിമ കാണാൻ എത്തിയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്താണ് അഭിപ്രായം? എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇതിനകത്ത് നമ്മൾ ഈ സിനിമ കാണുമ്പം ആ ഒരു സ്ത്രീ, അതായത് ഒരു നാട്ടിൻപുറത്തുള്ള ആ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ആ അതായത് അവരുടെ സ്നേഹം, നല്ല നിഷ്കളങ്കമായ ഒരു മനുഷ്യനെ സ്നേഹിച്ചു. അത് ആ സ്നേഹത്തിൽ നിന്ന് അവരൊരു വഞ്ചനയിലോട്ട് പോകുമ്പം ഉള്ള അവരുടെ ആ ഒരു വ്യതിയാനമാണ് ആ ഇതിനകത്ത് കാണുന്നത്. അതിനുശേഷം അവർ സ്വയം പര്യാപ്തത നേടിയിട്ട് അവർ എത്താവുന്നതിൻ്റെ ഹൈ ലെവലിൽ, അത് അവരതിനകത്ത് പറയുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ ഡിഗ്രി തൊട്ട് അവർ പിന്നെ ഡിഗ്രി വരെ എടുത്ത് ആ ഒരു ലെവലിലോട്ട് തന്നെ അവർ പോവുകയാണ്. അതായത് ചതിക്കപ്പെട്ടിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പക്ഷിയെ പോലെ, ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുന്ന ഒരു സ്ത്രീത്വത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീക്ക് ഏത് ലെവലിലും എവിടെ വേണേലാണ് നമ്മളത് മനസ്സ് വെക്കണം. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുറിവേറ്റ മനസ്സാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മളത് എവിടം വരെ എത്താൻ പറ്റുമോ അവിടെ എത്താൻ നമുക്ക് പറ്റും. ഇപ്പം തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഈ സിനിമ. നമ്മൾ തൊഴിലുറപ്പിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ മറ്റു വരുമാന മാർഗം നമ്മളിലുള്ള നമ്മുടെ കലാവാസനകളെ നമ്മളത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തു വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കത്തില്ല. ഇതിൽ നിന്നും നല്ല ഒരു പ്രയോജനമാണ്. കാരണം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾക്ക് മാറാനായിട്ട് വരും. കാരണം നമ്മളിലുള്ള കാര്യങ്ങളൊക്കെ അത് പ്രോത്സാഹിപ്പിച്ച് നമുക്കത് ഏത് ലെവലിൽ നമുക്ക് ഏത് ഇതിലോട്ടും പോവാം. നമുക്കറിയുന്ന കാര്യങ്ങൾ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ നമുക്കതിനോട്ട് നമുക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. ടീമിൽ നിന്നാണ് തുടങ്ങിയത്. ഞങ്ങളും തൊഴിലുറപ്പിൽ ഉള്ളതാണ്. അപ്പം ഇത് നിന്ന് അവരാ തൊഴിലുറപ്പിൽ നിന്ന് ഇത്രത്തോളം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അത് നമുക്ക് നല്ലൊരു പ്രയോജനം നൽകുന്നത് പോലുള്ളൊരു ഇതാണ് അവർ അതിലുള്ളത്. എന്താ പേര്? എൻ്റെ പേര് ദീപ. ദീപ ഇപ്പം ഓൾറെഡി തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് വരുമാന മാർഗം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇതുപോലെയൊക്കെ ആവാൻ പറ്റും. നനച്ചാൽ പുലിയെ പിടിക്കും. പക്ഷേ ഉയിര് പോണാലും നിനക്കേ വേണ്ടേ, അങ്ങനെയാണോ? കുളത്തുക. എന്തുവാ ജോലി? എന്തുവാ? ഓക്കെ. ഈ സിനിമ കണ്ടോ? എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ്. ഓക്കെ. ഇതിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ടത്? ആദ്യം തൊഴിലുറപ്പിന് പോയി, പിന്നെ അവർ അതിൽ നിന്നും പല പല ജോലികളിലേക്ക് പോയി ഉയർച്ചയിലോട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്ത്രീ സമൂഹത്തിന് നല്ലൊരു പ്രചോദനം കാണിച്ചു തന്നു. അപ്പം സ്ത്രീകൾക്ക് ഏത് നിലയിലും എത്തിച്ചേരാൻ വിചാരിച്ചാൽ വിചാരിക്കും. ഓക്കെ. എവിടുന്നാ വരുന്നത്? ഞാൻ കുളത്തുപുഴ. എന്തോ ജോലി? ഞാൻ അംഗൻവാടി ടീച്ചറാണ്. ഓക്കെ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് എന്താണ് മനസ്സിലായത്? എനിക്ക് ഇതിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ പല സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. കാരണം താഴെ നമ്മൾ തൊഴിലുറപ്പ് എന്നുള്ള ഒരു തൊഴിലിൽ നിന്നും
ആ സ്ത്രീക്ക് കിട്ടുന്ന ഒരു ചതി, ആ ചതിയിൽ കൂടെയാണ് അവർ ഉയർത്തെഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും പല സ്ത്രീകൾക്കും ആ ഒരു ബിന്ദുവിൽ നിന്നും പല പാഠങ്ങളും പഠിക്കാനുണ്ട്. കാരണം ഒന്നും അല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിൽ, ഒരു ചതിയിലൂടെ അവളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ അവളെല്ലാമായി തീരുന്ന ഒരവസ്ഥ. കാരണം ഉന്നതങ്ങളിൽ എത്താൻ അവളെ മനോധൈര്യം, അവൾക്ക് ഒത്തിരി പാഠങ്ങൾ. ഓക്കെ, അവസാനം ആ ക്ലൈമാക്സ് രംഗത്തിൽ ഇപ്പം ടീച്ചർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഏറ്റവും അതായത് ഹൃദയത്തിൽ തൊട്ട ഒരു സംഭവം ഉണ്ടായി, അതെന്താണെന്ന് മനസ്സിലായോ? അവസാനം ആ ഷാജിയെ, അല്ല ഷാജി മാത്രമല്ല, അവരൊരു സാമൂഹിക പ്രവർത്തനം കൂടെ ചെയ്യുന്നുണ്ട്. അല്ലേ? അവർക്ക് അതും ചെയ്യാൻ, കാരണം പല വേഷങ്ങളിലാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത്. കാരണം അവസാനം ഒരു ചാരിറ്റിയിലൂടെ അവർ അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തൊഴിൽ ചെയ്ത് അവർ ഉന്നതങ്ങളിലെത്തുന്നു. കാരണം അത് അവരവരുടെ കഴിവാണ്. ആ ഒരു കുഞ്ഞിനെ എടുത്ത് അഡോപ്റ്റ് ചെയ്ത് അവരതിൽ നിന്നും അതും കാണിക്കുന്നുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് പലതും ചെയ്യാൻ പറ്റും, സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ പറ്റും, ഉയരങ്ങളിലെത്തുകയും ചെയ്യാം. ഓക്കെ, ചതിയിലൂടെയാണ് അവർക്കിത് നേടിയെടുക്കാൻ പറ്റിയത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു.